ഭാരതത്തിലെ നിയമവ്യവസ്ഥയുടെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. ആ നിയമവ്യവസ്ഥയുടെ ശക്തി അത് ഇരയായ ഹണി റോസിനൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയല്ലേ ഈ നടപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ പണത്തിന്റെ ഹുങ്കിൽ വിശ്വസിച്ചോളൂ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഹണി റോസ് ഇന്നലെ ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയെന്ന് സ്ഥിരീകരിച്ചുകൊണ്ടിട്ട ഫേസ്ബുക്കിൽ കുറിപ്പിൽ പറഞ്ഞത്. അത് സ്ഥിരീകരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കങ്ങൾ. കാരണം FIR രജിസ്റ്റർ ചെയ്ത് 24 മണിക്കൂറാകുന്നതിന് മുമ്പ് തന്നെ പ്രമുഖനായ, അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കോയമ്പത്തൂരിൽ, അതായത് സംസ്ഥാനത്തിന് പുറത്തെത്തിയ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഉടനെ തന്നെ ഇയാളെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും, കൊച്ചിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കോടതിയിലടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന്റെ ഈ നീക്കം എന്നുള്ളതാണ്. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി അതിനൊരു കാലതാമസം ഉണ്ടാകരുതെന്ന നിർദ്ദേശം ഈ അശ്വതി ജിജി എന്ന കൊച്ചി DCPയുടെ അടക്കം നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് SCP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഉടനെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവിധ വകുപ്പുകൾ, അതായത് സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരുന്നത്. 75(1)A, 75(1), 75(4), 64 IT ആക്ട് വകുപ്പ് പ്രകാരമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തത്. ഇതിൽ സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിനിടയിൽ ഉടമ നടത്തിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, കമന്റുകൾ എന്ന രീതിയിലാണ് അത് കൃത്യമായി ആരാണ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു. എന്നാൽ നടി പറയുന്നതിന് എതിരെ, നടിക്കെതിരെയുള്ള മോശം വിമർശനങ്ങളിലേക്ക് പോവുകയായിരുന്നു. പ്രത്യേകിച്ചും അവരെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭാഷ ഉപയോഗിക്കുന്ന പലരെയും അവർ കൃത്യമായി പരാതിയിലൂടെ കൊടുക്കുകയും ചെയ്തു. ആദ്യം നൽകിയ പരാതിയിൽ പക്ഷേ ഇവർ ബോബി ചെമ്മണ്ണൂർ എന്നുള്ള പേര് പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹണി റോസ് പരാതി നൽകിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ പരാതി നൽകൽ, ഒപ്പം ഇൻസ്റ്റഗ്രാമിലൂടെ ആരാണ് ഈ വ്യക്തി എന്നുള്ളത് വെളിപ്പെടുത്തൽ, പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം, പണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ആത്മവിശ്വാസം തകർന്നത് എവിടെയാണ്? സുജയ്, ഈ കേസിന്റെ ഒരു നാൾ വഴി പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഹണി റോസ് ഫേസ്ബുക്കിലൂടെ തന്റെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ ഒരു കുറിപ്പിടുന്നത്. അതായത് ഒരു വ്യക്തി തന്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ നിരന്തരം വരികയും ക്ഷണിക്കാത്ത പരിപാടിക്ക് വരികയും തനിക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഹണി റോസ് ഒരു പോസ്റ്റ് ഇട്ടത്. അതിനെതിരെ ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിയമ വഴികൾ നോക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. പണത്തിന്റെ ഹുങ്കിലാണ് ചെയ്യുന്നതെല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റായിരുന്നു. പക്ഷേ ഇതിൽ ആരാണെന്ന് വ്യക്തമാക്കുന്നു ണ്ടായിരുന്നില്ല. ഈ പോസ്റ്റിന് പിന്നാലെ തന്നെ നമ്മൾ ഹണി റോസുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ഹണി റോസ് പറഞ്ഞത് വ്യക്തി ആരാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് താനിപ്പോൾ വ്യക്തിയുടെ പേര് പറയുന്നില്ല. അഭിഭാഷകരുമായി സംസാരിച്ചതിൽ നിന്ന് ഒരാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പ്രതികരണത്തിലേക്ക് പോകേണ്ട എന്നുള്ളതാണ്. ഇനിയും ഇത്തരം പരാമർശങ്ങൾ ഇയാൾ ആവർത്തിക്കുകയാണെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്നായിരുന്നു അന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ നമ്മളോട് ഹണി റോസ് പറഞ്ഞത്. ഇതിന് പിന്നാലെ തന്നെ ഈ പോസ്റ്റിന് താഴെ പലരും മോശം കമന്റ് ഇട്ടു. ഇതിനെതിരെ ഹണി റോസ് ഒരു പരാതി നൽകി. അപ്പോഴും നമ്മൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ നിലവിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല, അത്തരം പരാതികളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ, നിലവിൽ അത്തരം പരാതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു ഹണി റോസ് പറഞ്ഞത്. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു, കുമ്പളം സ്വദേശിയായ ഷാജി. ഇയാളെ അറസ്റ്റ് ചെയ്യുകയും അത്തരം നടപടികളെല്ലാം പോലീസിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായി വരികയും ചെയ്തതോടുകൂടിയാണ് ഈ ഹണി റോസിനും ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകാനുള്ള ഒരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിയെന്ന് വേണം മനസ്സിലാക്കുവാനായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മിനിയാന്ന് സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹണി റോസ് പരാതി നൽകുകയായിരുന്നു. ഇന്നലെ ഹണി റോസിന്റെ വിശദമായ മൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിനു മുൻപ് തന്നെ ഈ പരാതി നൽകിയെന്ന് ഹണി റോസ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി FIR ഇരുന്നു. ഇന്ന് രാവിലെ, അതായത് ഈ ഒരു സമയം, അതായത് 10 മണിയാകുമ്പോഴേക്കും ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെയും സ്പർശനത്തിലൂടെയും ഒരാൾ വേട്ടയാടുമ്പോൾ അതിനെതിരെ നിയമവഴിയിലൂടെ മുന്നോട്ട് പോകാൻ ഹണി റോസ് ആലോചിച്ചപ്പോൾ ഹണി റോസിന് പിന്തുണയുമായി AMMA എന്ന സംഘടനയും സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സംഘടനയായ WCCയും എല്ലാം തന്നെ പിന്തുണയുമായി അപ്പോൾ തന്നെ രംഗത്ത് വരികയും ചെയ്തു. ഇതിന് പിന്നാലെ തന്നെയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൊച്ചി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, കസ്റ്റഡിയിലാണ് ഉള്ളത്. കോയമ്പത്തൂരിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇന്ന് വൈകിട്ടോടുകൂടി കൊച്ചിയിലേക്ക് എത്തിക്കുമെന്ന് അറിയുന്നത്. സുജയ.